ഇതിനെ ഈ ബാണാസുര അണക്കെട്ടിന് സമീപത്തുകൂടി കടുവ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ബോട്ട് സവാരി നടത്തുന്നവരാണ്. എത്രത്തോളം സുരക്ഷയുണ്ട് അവിടെ? തീർച്ചയായും അല്പസമയം മുമ്പ് നമ്മുടെ പ്രേക്ഷകർ ആ ദൃശ്യങ്ങളാണ് കണ്ടത്. ഈ ബോട്ട് സവാരി നടത്തുന്ന ആളുകൾ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ബാണാസുര അണക്കെട്ട് നീന്തി കയറിയതിന് ശേഷം കടുവ അണക്കെട്ടിൻ്റെ മുകളിലേക്ക് ഓടിക്കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇത് ഇന്നത്തെ ദൃശ്യങ്ങൾ അല്ല എന്നാണ് നമുക്ക് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. കുറച്ച് ദിവസം മുമ്പ് പകർത്തിയ ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ മനസ്സിലായത് 2-3 ദിവസം മുമ്പ് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ കടുവയുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടെന്ന് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കടുവയെ പിടികൂടണമോ, കടുവ ഇപ്പോൾ എവിടെയാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ബാണാസുര അണക്കെട്ടുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തിൻ്റെ ഒരു രൂപഘടന എടുത്ത് പരിശോധിച്ചാൽ ഈ അണക്കെട്ട് കഴിഞ്ഞ ശേഷം ഘോര വനങ്ങളാണുള്ളത്. ഈ വനത്തിലേക്ക് കടുവ മറയാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മുത്തങ്ങ വനാതിർത്തിയിൽ വനത്തിൽ നിന്നടക്കം വന്യമൃഗങ്ങൾ പതിവായി ഈ ബാണാസുര അണക്കെട്ടിലും മറ്റും വെള്ളം കുടിക്കാനും എത്താറുണ്ട്. അത്തരത്തിൽ വെള്ളം കുടിക്കാൻ എത്തിയ കടുവയാണോ അതോ കൂട്ടം തെറ്റി ഒറ്റപ്പെട്ടെത്തിയ കടുവയാണോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. കടുവ ഡാം നീന്തി കടന്ന് മുകളിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വിനോദസഞ്ചാരികൾ പകർത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മറ്റ് കാട്ടിൽ സ്ഥാപിച്ച അല്ലെങ്കിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറകൾ അടക്കം പരിശോധിച്ചായിരിക്കും വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം എടുക്കുക. നിലവിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഇത് പ്രചരിപ്പിക്കുന്നത് ആ പ്രദേശവാസികളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വനംവകുപ്പ് താമസിയാതെ നടപടി കൈക്കൊള്ളും. അല്ലെങ്കിൽ ഈ കടുവ ഇപ്പോൾ എവിടെയാണ്, കടുവ ഏതാണെന്ന് ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയും. കാരണം കടുവകൾക്കെല്ലാം മുത്തങ്ങ വനമേഖലയിലുള്ള കടുവകൾക്ക് കൃത്യമായി നമ്പറുകൾ ഉൾപ്പെടെ നേരത്തെ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കടുവ ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ കാണുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കടുവ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭദ്ര, ബാണാസുര അണക്കെട്ടിന് സമീപം കടുവയുടെ സാന്നിധ്യമുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റൊരു ഭാഗത്ത് വയനാട് കേണിച്ചിറയിലാണെങ്കിൽ പശുക്കളെ കൊന്ന കടുവയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് വാർഡൻ പുറത്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയാണ് കടുവകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. ഇതിൽ നാട്ടുകാരുടെ ഒരു പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്.